സ്വയം മറന്ന് പരിപാലിക്കുക എന്നുള്ളത്, തനിക്ക് വേണ്ടി ഒന്നും കരുതി വയ്ക്കാതെ പരിപാലിക്കുക എന്നുള്ളത് ആത്യന്തികമായി മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതല്ലേ സത്യം. പഴയ നിയമത്തിൽ അസാസേൽ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. പാപപരിഹാര ദിനത്തിൽ പഴയ നിയമത്തിലെ പ്രധാന പുരോഹിതന്മാർ ഒരുമിച്ചുകൂടി ഒരാടിനെ കൊണ്ടുവന്ന് ആ ആടിൻ്റെ ദേഹത്തേക്ക് മനുഷ്യൻ്റെ മുഴുവൻ പാപവും ഊതും. ഓരോ പാപവും പറഞ്ഞിട്ട് ആടിൻ്റെ തലയിൽ ഊതും. അപ്പോൾ മനുഷ്യൻ്റെ ആ പാപം ആടിൻ്റെ തലയിൽ വെച്ചു എന്നാണ് അർത്ഥം. അതിനുശേഷം ഈ ആടിനെ പിടിച്ചു കൊണ്ടുപോയി മരുഭൂമിയിൽ കൊണ്ടുപോയി വിടും. അസാസേൽ എന്ന് പറയുന്ന ഒരു പിശാചിൻ്റെ പേരാണ്. ആ പിശാച് ഈ ആടിനെ പിടിച്ച് തിന്നും എന്നതാണ് സങ്കല്പം. പാപപരിഹാര ദിനത്തിൽ യഹൂദരുടനീളം ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഈ ആടിനെ കൊണ്ടുപോകും, വേറൊരു ആടിനെ കൊന്ന് അതിൻ്റെ ചോരയെടുത്ത് പ്രധാന പുരോഹിതൻ ശ്രീകോവിലിൽ പ്രവേശിച്ച് തളിക്കും. ഈ രണ്ട് കർമ്മത്തിലൂടെ മനുഷ്യൻ്റെ പാപം ഇല്ലാതായി എന്ന് യഹൂദര് വിശ്വസിച്ചിരുന്നു. എന്നാൽ തടിയനക്കാത്ത വഴികളിലെ പരിപാലനത്തിന് അർത്ഥമില്ല എന്ന് ക്രിസ്തു ഈ ലോകത്തെ പഠിപ്പിച്ചു. ഈ ലോകത്ത് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം ആത്യന്തികമായി നമ്മെ തന്നെ വ്യയം ചെയ്യുക, വിട്ടുകൊടുക്കുക എന്നാണ് അർത്ഥം. മാതാപിതാക്കൾ മക്കളെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. സ്വന്തം സൗകര്യങ്ങളെ, സാധ്യതകളെ എല്ലാം മറന്ന് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നല്ലേ ആത്യന്തികമായി അതിൻ്റെ അർത്ഥം. ആ അർത്ഥം തിരിച്ചറിയപ്പെടുന്നില്ല എങ്കിൽ പരിപാലിക്കുന്നു എന്ന് പറയുന്നതിന് ആത്യന്തികമായി അർത്ഥം ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ദൈവം പരിപാലിക്കുന്നു എന്ന ഈ ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വരും. ദൈവം പരിപാലിക്കും. തമ്പുരാൻ പരിപാലിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മിശിഹായുടെ ചിത്രം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരാടിനെ പിടിച്ചുകൊണ്ട്, ഒരാട്ടും കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്ന ഈശോയുടെ ചിത്രമുണ്ട്. സ്പാനിഷ് സാഹിത്യകാരൻ പറഞ്ഞ ഒരു കഥ ഈ ആടിൻ്റെ ചിത്രത്തിന് പിന്നിലുണ്ട്. അദ്ദേഹം പറയുന്ന കഥ ഇതാ. ഈശോ മിശിഹ ജെറുസലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ ഈ ആടുകളെ മേടിച്ചുകൊണ്ട് പോയി ആളുകൾ എന്ത് ചെയ്യുവാണ്? ബലിയർപ്പിക്കും. ഈശോ നോക്കുമ്പോൾ ഈശോയുടെ കയ്യിൽ കാശ് വളരെ കുറവാണ്, വളരെ നിസ്സാരം കാശേ ഉള്ളൂ. അപ്പോൾ ഒരാടിനെ മേടിക്കാൻ നോക്കിയിട്ട് ഒരു നിവൃത്തിയില്ല. നോക്കുമ്പോൾ കാലൊടിഞ്ഞ ഒരാട് അവിടെ തട്ടി നടപ്പുണ്ട്. കാലൊടിഞ്ഞ ഈ ആടിനെ കണ്ടപ്പോൾ, ബൈബിളിലെ കഥയല്ല, ഈ ബൈബിൾ കഥയ്ക്ക് ഉപാഖ്യാനം എഴുതുന്ന സ്പാനിഷ് സാഹിത്യകാരൻ്റെ കഥയാണ്. ഒരാട് ഇങ്ങനെ കാലൊടിഞ്ഞ് ഇങ്ങനെ തട്ടി നടക്കുന്ന സന്ദർഭം. ഈശോ ആ ആടിനെ തൻ്റെ കയ്യിലുള്ള നാണയത്തൊട്ടുകൾ കൊടുത്തു വാങ്ങി. കാരണം നല്ലൊരാടിനെ വാങ്ങാൻ തമ്പുരാന് ശേഷിയില്ല. ആ ഒടിഞ്ഞ കാലുള്ളത് കൊണ്ട് ഇതിനെ ബലിയർപ്പിക്കാൻ കൊള്ളുമോ? ബലിയർപ്പിക്കാൻ ഒടിഞ്ഞ കാലുള്ള ആടിനെ പാടില്ല. അതുപോലെ പുള്ളിയും പാണ്ടുമുള്ള ആടിനെ ഒന്നും പാടില്ല. അതുകൊണ്ട് ഈ ആടിനെ ബലിയർപ്പിക്കാൻ പറ്റില്ല. മിശിഹാ തമ്പുരാൻ തീരുമാനിച്ചു ഈ ആടിനെ വീണ്ടെടുത്ത് രക്ഷിക്കാം. കാരണം അതിൻ്റെ കാലൊടിഞ്ഞത് കൊണ്ട് ഇനി ആർക്കും വേണ്ട. അവസാനം കർത്താവ് എന്ത് ചെയ്തു? ഈ ആടിനെ എടുത്ത് തോളിലേക്ക് വെച്ചു. കാരണം അതിന് നടക്കത്തില്ല. എന്നിട്ട് ദേവാലയത്തിൻ്റെ സ്റ്റെപ്പുകളെല്ലാം കയറി പുറത്ത് ഇറങ്ങി വന്ന് ഈ ആടിനെ സ്വതന്ത്രമാക്കി എന്നാണ് അദ്ദേഹം പറയുക. ക്രിസ്തു ആത്യന്തികമായി ചെയ്യാൻ പോകുന്നതും രക്ഷാകര കർമ്മം എന്ന് പറയുന്നത് ഇതാ. അവൻ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. പരിപാലിക്കുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണത അവൻ നമുക്ക് വേണ്ടി നമ്മുടെ ഇല്ലായ്മകളെ, നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ഇല്ലാണ്ടായി തീർന്നു എന്നതിലാണ് ക്രിസ്തുവിൻ്റെ ബലിയുടെ സമ്പൂർണത, പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുമുട്ടുക. ഈ പരിപാലിക്കുന്ന സ്നേഹത്തെ മിശിഹായുടെ വചനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ കാക്കകളെ നോക്കൂ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല
എന്ന് ക്രിസ്തു അരുളി ചെയ്തു. ശരിയാ, കാക്കകൾ വിതയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു കാക്കായും രാവിലെ തൂമ്പായും മമ്മട്ടിയും എടുത്തു പോയി വയലിൽ പണിയെടുക്കാറില്ല. അവ തടി അനങ്ങാറുമില്ല, ചുമ്മാ അങ്ങ് തിന്നു. ഈശോ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു യുക്തിയുണ്ട്. ആ യുക്തിയാണ് നമ്മൾ പഠിക്കുന്നത്. കാക്കയുടെ മാത്രം കാര്യമല്ല, ഈ ലോകത്തിലെ ഏറ്റവും നിസ്സാരങ്ങളായ കൃമി കീട പരാതങ്ങളെ കുറിച്ച് പോലും നോക്കുക. പാറ്റ വീടുകളിലൊക്കെ കാണുന്ന ഒരു ജീവിയാണ് പാറ്റ, അല്ലേ? പാറ്റായിക്ക് തീറ്റ കൊടുക്കുന്ന ഏതെങ്കിലും അമ്മച്ചിമാർ ഈ കൂട്ടത്തിലുണ്ടോ? പാറ്റായിക്ക് തീറ്റ കൊടുക്കൂ? ഇല്ല. പാറ്റ കയറാതെ, തേങ്ങാമുറിയൊക്കെ ആണെങ്കിൽ കമഴ്ത്തി വെള്ളത്തിൽ വെച്ച് പാറ്റ കയറാതെ നോക്കുകയാണ് അമ്മമാർ ചെയ്യുക. പക്ഷെ ഈ പാറ്റായിക്ക് എന്തെങ്കിലും പഞ്ഞമുണ്ടോ നിങ്ങളുടെ വീട്ടിലെ പാറ്റായിക്ക്? അത് പഞ്ഞം കിടന്ന് അനീമിയ ബാധിച്ച് ഏതെങ്കിലും പാറ്റ ചത്ത് കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ തേങ്ങാമുറി കമത്തി വെച്ചാൽ ഒരു തീറ്റയും പാറ്റായിക്ക് കൊടുത്തില്ലെങ്കിലും, പാറ്റാ ഗുളിക തിന്നെങ്കിലും ഈ പാറ്റ സുഭിക്ഷമായി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യവും. അതായത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നിസ്സാരങ്ങളായ ജീവികളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ചെതല്, ഉറുമ്പ്, അട്ട, എട്ടുകാലി തുടങ്ങിയ നിസ്സാര ജീവികൾ. വലിയ പെരുമഴക്കാലം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിമേൽ ഈ ഉറുമ്പിനെ ഒന്നും കാണാനേ കിട്ടിയാൽ. കാരണം ഈ വലിയ മഴയത്ത് ഇതെല്ലാം ഒഴുകിപ്പോയിട്ടുണ്ടാവും. അതുപോലെ ചെതൽപ്പുറ്റെല്ലാം ഈ മഴയത്ത് ഒഴുകി തീർന്നു. ഇനി ഇവിടെ ഒന്നും ഉണ്ടാകുകയില്ല, ഇതുങ്ങളുടെ ഉപദ്രവേ ഉണ്ടാകുകയില്ല. 2 വെയിൽ തെളിഞ്ഞാൽ മതി, പൂർവാധികം ശക്തിയായി ഇതാ ഉറുമ്പുകളും ചെതലുകളും രംഗപ്രവേശം ചെയ്യുന്നു. ഇതെവിടെ നിന്നാ വരിക? പരിപാലിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഈശോ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി പഠിക്കാനാണ് ആവശ്യപ്പെടുക. ചെറുപ്പമായിരുന്നപ്പോൾ ഞങ്ങൾ പറമ്പിൽ പോകുന്ന കാലത്ത് ഈ വീട്ടിലെ പറമ്പിലൊക്കെ നടക്കുമ്പോൾ കണ്ടിട്ടുള്ളത് കാട്ടുകോഴികളെ. കാട്ടുകോഴി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? ഇവിടെയെങ്കിലും കാട്ടുകോഴികൾ ഇല്ലായിരിക്കാം. ഞങ്ങൾ മലബാറിലായതുകൊണ്ട് അവിടെ കാട്ടുകോഴികളൊക്കെ. ഈ കാട്ടുകോഴിയെ കാണുമ്പോൾ എനിക്ക് വലിയ സഹതാപം തോന്നാറുണ്ട്. കാരണം ഇത് ഈ മഴയത്ത് ഇങ്ങനെ നനഞ്ഞ് ഒലിച്ച് ഒട്ടി കഷ്ടപ്പെട്ടിരിക്കും. തിന്നാനൊന്നുമില്ല, കയറിയിരിക്കാൻ ഒരു കൂടില്ല. എന്നാൽ ഈ കോഴിയെ പിടിച്ച് ഞങ്ങളുടെ കൂട്ടിൽ കൊണ്ടുപോയി വെച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ചെന്നിതിനെ പിടിക്കാൻ ചെന്നാലോ ഈ കോഴി പറക്കും. അതൊരു മലയെന്ന് പറഞ്ഞാൽ അടുത്ത മലവരെയും പറക്കും ഈ കാട്ടുകോഴി. നിങ്ങൾ അമ്മമാർ വളർത്തുന്ന കോഴി പറന്നാലോ 10 മീറ്റർ എത്തുന്നതിന് മുമ്പ് അത് നെഞ്ചും തല്ലി താഴോട്ട് വീഴും, അല്ലേ? ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ ഇറച്ചി മേടിക്കാൻ ചെന്നാൽ ഇരുന്ന് വളരുന്ന കോഴി എന്ന് പറഞ്ഞ കോഴിക്ക് വില കുറവാണ്. അത് എഴുന്നേറ്റ് നിന്നിട്ട് പോലും. നോക്കുക, ദൈവം വളർത്തിയ കാട്ടുകോഴി 1 കിലോമീറ്ററിലും പറക്കും. നിങ്ങൾ അമ്മമാർ വളർത്തിയ കോഴി എത്ര മീറ്റർ പറക്കും? പരമാവധി ഒരു 10 മീറ്റർ. സായിപ്പിൻ്റെ കോഴിയാണ് എഴുന്നേറ്റ് നിൽക്കുക പോലും. അപ്പം നിങ്ങൾ നോക്കുക, ആരാണ് പരിപാലിക്കാൻ അറിയാവുന്നത് ആർക്ക് എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ ലോജിക്ക് എന്താണ്? പരിപാലിക്കാൻ അറിയാവുന്നത് ദൈവം തമ്പുരാൻ. പരിപാലിക്കാൻ അറിയാവുന്ന ദൈവത്തിന് ഈ പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കുന്ന അടിസ്ഥാന തത്വം അതാണ്. ഒരു ചെടി, ഒരു കള നമ്മുടെ പറമ്പിൽ കിളുത്ത് വന്നാൽ ഒരു കാന്താരിച്ചീനി നട്ടുപിടിപ്പിക്കാനുള്ള പെടാപ്പാട് അമ്മമാർക്കറിയാം. ചില അമ്മമാർ 10 കൊല്ലം പരിശ്രമിച്ചേച്ചിട്ട് ഒരു കരിയേപ്പിൻ്റെ തൈ പിടിപ്പിക്കാൻ കഴിയാത്ത അമ്മമാർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട് എന്ന് നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയും. കാരണം ആരുടെയും കുറ്റമല്ല, ഒരു കരിയേപ്പിൻ തൈ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നേ ഇല്ല എന്നുള്ളത് ശരിയാ. എന്തെങ്കിലും ഒന്ന് തലയെടുത്ത് വന്നപ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ആട്ടും കുഞ്ഞ് വന്നത് കടിച്ചതായിരിക്കാം, അതിൽ ഒരു പുഴുക്കുത്ത് ബാധിച്ചതായിരിക്കാം, ഏതെങ്കിലും വിധത്തിൽ ഇത് നശിച്ചു പോകും. ഇതിനെ വളർത്താനേ പറ്റുന്നു. അതേസമയം നമ്മൾ ഈ വഴിയോരത്ത് കാണുന്ന ഒരു പള്ള, അതൊക്കെ ചുമ്മാ നിന്നങ്ങ് വളരുകയാണ്, അല്ലേ? ഒരു കഴഞ്ചിമുള്ള് കഴിഞ്ഞ കൊല്ലം വെട്ടിപ്പറിച്ച് കളഞ്ഞതാകാം, പിറ്റേ കൊല്ലം അതിനെ നോക്കിയാലോ പൂർവാധികം ശക്തിയോടെ കരുത്തോടെ അത് വളർന്നു നിൽക്കുന്നു. മിശിഹാ തമ്പുരാൻ പറയുന്നത് ഈ ഒരു സത്യമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക. ഈ പ്രപഞ്ചം നമ്മെ പഠിപ്പിക്കുന്ന അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ദൈവത്തിന് പരിപാലിക്കാൻ അറിയാം എന്ന പരമാർത്ഥമാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കും.
ദൈവമായ കർത്താവിന് പരിപാലിക്കാൻ അറിയാം എന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവനും നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് ക്രിസ്തു നമ്മെ പറഞ്ഞു തരുന്ന സത്യം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ പരിപാലനം മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നീ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഇതാണ് ദൈവപരിപാലനം അറിയാനുള്ളവർ. ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ട്, നമ്മളെ കാക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ശ്വസിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇല്ലേ? ഇപ്പം ഞാൻ ഈ പ്രസംഗം തുടങ്ങിയ ശേഷം തന്നെ നിങ്ങൾ എത്ര ലിറ്റർ വായു ഉള്ളിലേക്ക് വലിച്ചു, പുറത്തേക്ക് വിട്ടു, വല്ലോ കണക്കുമുണ്ടോ? നമ്മൾ അറിയുന്ന പോലില്ല. അതങ്ങനെ കയറി ഇറങ്ങി അങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ശ്വസിക്കുന്നത് തിരിച്ചറിയുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ ആസ്മ രോഗം വരുമ്പം മാത്രമാണ്. ആസ്മ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ അറിയുക, ശ്വസിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു പാടാണ്, നമ്മൾ എന്തീരം ശ്വസിച്ചു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ആസ്മ വന്നപ്പോഴാണ്. ഇങ്ങനെ ഒരു കൈയുണ്ട് എന്ന് ഈ ചേട്ടായി അറിയുന്നത് ഇത് ഒടിഞ്ഞ് എന്നാ പറ്റിയത്, പൊട്ടിയതാ. അത് ഒടിയുന്നത് വരെ ഇതിങ്ങനെ വെറുതെ വീശിക്കൊണ്ട് അങ്ങ് നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടെന്നേ അറിയത്തില്ല. പക്ഷേ ഇതിപ്പോൾ ഒടിഞ്ഞു കഴിഞ്ഞപ്പം വളരെ കൃത്യമായിട്ടറിയാം എന്താണ് ഇതിനിങ്ങനെയൊരു സംഗതിയുണ്ട്, അതിനെ വെച്ച് കെട്ടണം, പൊതിഞ്ഞ് നടക്കണം. പണ്ട് ഞാനും ബൈക്ക് ചെയ്യുന്ന വീണ് എൻ്റെയും കൈ ഇങ്ങനെ ഒടിഞ്ഞായിരുന്നു. അന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് അറിഞ്ഞു ഇങ്ങനൊരു കൈ ഉണ്ടെന്ന്. അതുവരെ ഇങ്ങനെയൊരു സംഗതി ഉള്ളതായിട്ട് പോലും നമ്മൾ അറിയുന്നേയില്ല.